ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു ചെറിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള പാർക്കിലെ കാഴ്ചകളും ചെറിയൊരു കുക്കിംഗ് വ്ളോഗൊക്കെ ആയിട്ടാണ് കേട്ടോ. ആ നടന്നു പോകുന്ന എൻ്റെ മോളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല, ഞാൻ സൂം ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഇത് 6 മണി സമയമാണ്. അപ്പോൾ മോള് നടക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ എൻ്റെ പണികളിലേക്ക് പോകുന്നു. ചായ ഇല്ലാണ്ട് എൻ്റെ ദിവസം തുടങ്ങത്തില്ല. ഇഞ്ചി ചായയാണ്. ഇവിടെ ഇതാണ് കേട്ടോ പാല്, നന്ദിനി പാല്. പല പാക്കറ്റുകൾ, പല കളറിലുള്ള പാലുകൾ, പല കളർ എന്ന് പറഞ്ഞാൽ വെള്ളപ്പാൽ തന്നെ, കൊഴുപ്പ് കുറഞ്ഞതും കൂടിയതൊക്കെ. ഇത് ഏറ്റവും കൊഴുപ്പ് കുറഞ്ഞ പാലാണ് ഈ ബ്ലൂ കവറിൽ കിട്ടുന്നത് കേട്ടോ. ഇന്നുണ്ടാക്കിയത് പൂരിയും ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു കറിയാണ്. ഈ കറിയുടെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്താൽ ഞാൻ പറയാം. സൂപ്പർ കറിയാണ് കേട്ടോ. ഇത് ചപ്പാത്തിക്കും പൂരിക്കും കഴിക്കാനായിട്ട്. മോള് ഇതാണ് കൊണ്ടുപോകുന്നത്. ചെറിയ ആൾ, കോളേജിൽ പോകുന്ന മോള്. കൂട്ടത്തിലൊരു മാംഗോ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് സീസണിലുള്ള എല്ലാ ഫ്രൂട്ടും നമ്മൾ വാങ്ങിക്കാറുമുണ്ട്. അത് ജ്യൂസ് അടിക്കാറുമുണ്ട് കേട്ടോ. മോള് പോകാൻ റെഡിയായി. മോളെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇപ്പോൾ 7 മണിയോട് ആകുന്നു. മോള് വന്നു. ബാക്കി കഴിഞ്ഞ് മമ്മ വീഡിയോ എടുക്കല്ലേ എന്ന് പറയുന്നുണ്ട്. കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ക്രാബ് റോസ്റ്റാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണിത്, ഈ ക്രാബ് റോസ്റ്റ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ക്രാബ് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും വായിച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേവിച്ചെടുക്കും കേട്ടോ. ക്രാബിന് നമുക്കധികം വേവൊന്നുമില്ല. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കത് ക്രാബ് വെന്ത് കിട്ടും. അത് രണ്ടായിട്ട് തിരിക്കുക. സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ച് കേട്ടോ. പിന്നെ ഒരു വലിയൊരു കടായി തന്നെ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നീട് ഞാനെടുത്ത് 2 വലിയ തക്കാളിയും പിന്നെ ഒരു വലിയ സവോളയും കൂടെ നന്നായിട്ട് വഴറ്റി, നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് വഴറ്റി അതിനകത്തേക്ക് പൊടികളിട്ട് കൊടുത്തു. പൊടികളെന്ന് പറയുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത് മല്ലിപ്പൊടി, മുളക് പൊടി എന്ന് പറയുമ്പോൾ കാശ്മീരി ചില്ലിപ്പൊടിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ 1 സ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാലയും ഇട്ട് നല്ലതുപോലെ അത് വഴറ്റിയിട്ട് നമ്മൾ ക്രാബ് വേവിച്ച് വെച്ച് അതിൻ്റെ ആ സ്റ്റോക്കും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് പറ്റിച്ചെടുത്തിട്ടാണ് അതിനകത്തേക്ക് നമ്മൾ ഈ മിക്സ് ഇട്ട് ഒന്ന് നല്ലപോലെ ആ ഗ്രേവിയിൽ കിടന്ന് നല്ലോണം വരണ്ട് വരണം അത്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ ക്രാബ് റോസ്റ്റ് റെഡിയാകും. അത് നമ്മൾ അങ്ങനെ എടുത്തിട്ട് താഴെ ഒരു കുറച്ച് ഗ്രേവി ഉണ്ടാകും. ആ ഗ്രേവിയും ഇവിടുത്തെ വെള്ളച്ചോറും കൂടെ കൂട്ടിയപ്പോൾ ഈവൻ അന്നത്തെ ദിവസം കുത്തിരിച്ചോറായിരുന്നു. അതിന് നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റായിരുന്നു കേട്ടോ. ചോറുണ്ണാൻ നല്ലതായിരുന്നു. ക്രാബ് നല്ല ഫ്രഷായിരുന്നു. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. പിന്നെ ഒരു ഒത്തിരി എരിവും കാണത്തില്ല. നമുക്ക് എരിവൊക്കെ വേണ്ടവർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം കേട്ടോ. എരിവും കാണത്തില്ല. അതുപോലെ നമ്മൾ ഈ ഓനിയൻ ഗ്രൈൻഡ് ചെയ്താക്കുന്നത് കൊണ്ട് തന്നെ ഒരു ശകലം മധുരിപ്പ് പോലെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. പുളി ഇതിനിടയ്ക്ക് ഞാൻ 1 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പുളിക്ക് വേണ്ടിയിട്ട്. സോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ക്രാബിനെക്കുറിച്ച് വർണ്ണിച്ച് ഇവിടം വരെ വന്നപ്പം കുറേ കാഴ്ചകൾ അങ്ങ് മാറിയില്ല. ഇതാണ് ഞാൻ ഇന്നും നിങ്ങളെ എൻ്റെ ലൈവിലൊക്കെ കാണിക്കാറുള്ളത് പോലെ ഇതാണ് എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള പാർക്ക്. ഓക്കെ, കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ ചെടികളും ഇതൊക്കെ കാണാനായിട്ട്. പക്ഷേ ഒരു കാര്യം ഉണ്ടാകുന്ന വെച്ചാൽ കുറേ പേര് വന്ന് ഈ ചെടികൾ അവർക്ക് വീട്ടിൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ പൂക്കൾ പറിച്ചുകൊണ്ട് പോകും. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഇവിടെ ഉള്ളവർ മാത്രമല്ല, ഇവിടെ ഉള്ളവർ കൂടുതലും നോർത്ത് ഇന്ത്യൻസും കന്നഡക്കാരും അങ്ങനെയുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും പാർക്കിൽ നിൽക്കുന്ന പൂക്കളാരും പറിക്കരുത് എന്ന് വെച്ചാൽ ആ പൂക്കളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുമ്പോഴാണ് നമുക്കൊരു ഭയങ്കര സന്തോഷം. ഒരു ചെടിയിലൊരു പൂവ് നിൽക്കുന്നത് പേഴ്സണലി ഞാൻ എൻ്റെ വീട്ടിലുണ്ടാകുന്ന ഒരു പൂക്കളും ഞാൻ പറിക്കാറുമില്ല, തൊട്ടുപോലും നോക്കത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ. പക്ഷേ ഇവിടെ കുറേ പേര് നിറച്ച് പൂവുണ്ടാവും കേട്ടോ. പക്ഷേ ഒരു വൈകുന്നേരം ആകുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ കുറച്ച് പേര് കടന്നു കഴിയുമ്പോഴേ ആ പൂക്കളൊക്കെ അപ്രത്യക്ഷമാകും. ഇപ്പോൾ ഒരു 5:30 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സൂര്യൻ പതുക്കെ അസ്തമയ സൂര്യൻ്റെ ആ ഒരു വ്യൂ ആണിത്. നല്ല ഭംഗിയാണ്. ഇത്രയും ഭംഗിയൊക്കെ ഉണ്ടെന്ന് ഇന്നാണ് കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാർക്ക് തുറന്നിട്ട് 3 വർഷം കഴിഞ്ഞു. ഞാൻ ഇന്നാണ് ഇതിൻ്റെ ഭംഗി മൊത്തം ആസ്വദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ,
നെഗറ്റീവ് കമൻസ് എഴുതി വിടുക. ചിലർക്കൊക്കെ എന്താ പറയുക, എൻ്റെ കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ അത്, ചിലർക്കൊക്കെ എൻ്റെ സംസാരങ്ങളൊന്നും പിടിക്കണില്ലായിരിക്കും. അത് എന്ത് വേണേലും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള നെഗറ്റീവ് കമൻസ് നിങ്ങൾക്ക് എഴുതി വിടാൻ ഞാൻ അതിൻ്റേതായ എന്താ പറയുക മീനിങ്ങിൽ തന്നെ ഞാൻ അതെടുക്കും. ഓക്കെ, നെഗറ്റീവ് കമൻസ് വന്നാലേ ഉള്ളൂ നമുക്കത് മുമ്പോട്ടൊരു ഇൻസ്പിറേഷൻ ആകുള്ളൂ. എപ്പോഴും നല്ലതാണ്, സൂപ്പർ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓക്കെ അന്ന് ഉള്ള ഒരിതായിരിക്കും വരുന്നത്. ഓക്കെ, നല്ല വിവിധ തരം ചെടികളുണ്ട് കേട്ടോ ഈ പാർക്കിൽ. ഇനി നടത്തമൊക്കെ തുടങ്ങണം. എൻ്റെ വെയിറ്റൊക്കെ കൂടി വരുന്നു. അപ്പോൾ കൂട്ടുകാരൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കുക. എല്ലാവർക്കും ഇന്നും നന്മകളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം എൻ്റെ കുട്ടി വ്ളോഗ് ഞാൻ നിർത്തുവാണ്. എൻ്റെ കുഞ്ഞാപ്പൂനെ ഒന്ന് കാണിക്കാണ്ട് എൻ്റെ വ്ളോഗിനൊരു പൂർണ്ണത വരത്തില്ല. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. കണ്ട എൻ്റെ കുഞ്ഞാപ്പൂൻ്റെ കളികൾ, ഭയങ്കര കളിയാണ് എൻ്റെ കുഞ്ഞാപ്പൂന്. എൻ്റെ കുഞ്ഞാപ്പൂന് ആർക്കൊക്കെ ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. എനിക്കിവനെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.